ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിന് സൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെ കൊടുക്കാത്തായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റില്? ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇന്നത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞാല് ഇപ്പൊ ഈ പക്ഷെ ടൊവിനോ അവർക്ക് ടൊവിനോന്റെ ഫസ്റ്റ് മൂവി ABCD, വിനയ് ഫോർട്ടിന്റെ അപൂർവരാഗം. വിനയ് ഫോർട്ടിന്റെ സൗണ്ട് സത്യത്തില് അത് പുള്ളി പറയുമ്പോഴാണ് ഏട്ടനാണ് ഡബ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം ഒരു അടഞ്ഞ വോയിസ് പോലെ നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് മയൂഖത്തില്. അതെ അതെ അതെ. പിന്നെ ബാലക്കാണ് ഞാൻ സ്ഥിരം കൊടുക്കാറ്. ബാല, ആര്യ. എന്റെ പുഷ്പ ഫിലിമില് ഫഹദിന് ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്. അതായത് ഫഹദ് എന്ത് സമയക്കുറവ് കൊണ്ട് ഡബ് ചെയ്യാത്തതാണോ അതെയോ? ഞാൻ ആക്ച്വലി അത് ട്രാക്ക് ചെയ്തതാണ്. ഞാൻ ഇന്നുവരെ ട്രാക്ക് ചെയ്തിട്ടില്ല. ഒരു വോയിസ് ഒരു ആർട്ടിസ്റ്റിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. 4 ദിവസമേ ഉള്ളൂ പടം റിലീസ് ചെയ്യാൻ. ഞാൻ ചോദിച്ചു ട്രാക്കല്ലേ, ഫഹദിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫഹദ് അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഫഹദിൻ്റെ വോയിസും എല്ലാവർക്കും അറിയാം. ഇത് ഇനിയൊരു ക്ലാരിറ്റിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് 3 സീനല്ലേ ടപ്പന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നിട്ട് ഞാൻ ഇറങ്ങി. 17-ാം തീയതി ഏപ്രിൽ 17-ാം മറ്റാണ് പടം റിലീസ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് തിയേറ്ററിൽ നിന്ന് എൻ്റെ ഒരു ഇതേപോലെ ഡബ്ബിങ് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ കുറേ ജനറേഷൻ ഉണ്ട്. ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വലിയ തലമുറ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലൊരു പയ്യൻ വീഡിയോ തിയേറ്റർ ക്ലിപ്പ് അങ്ങനെ, ചേട്ടാ ഇത് ചേട്ടൻ്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാനിത് എവിടെ നീ കണ്ടു? ചേട്ടാ ഇന്ന് പുഷ്പ റിലീസായി, ഫഹദിന്റെ ശബ്ദം ചേട്ടനാണ്. ഞാൻ എൻ്റെ ശബ്ദം? അതെ ചേട്ടൻ്റെ ശബ്ദമാണ്. ഞാൻ ഒരിക്കൽ കൂടെ സിനിമ കണ്ടു, എന്നിട്ട് ഞാൻ ഉറപ്പിച്ചിട്ട് പറയാം. അപ്പോൾ തന്നെ ഞാൻ ഡയറക്ടറെ വിളിക്കുന്നു. ഞാൻ ചോദിച്ചു സാർ എന്താണ് പറ്റിയത്? അപ്പോൾ പുള്ളി പറഞ്ഞു ശരൺ എനിക്കും അറിയില്ല, കാരണം ഞാനിത് ഡബ് ചെയ്യിപ്പിച്ചു, ഞാൻ പോയി ഫഹദ് ഡബ് ചെയ്യുമെന്ന് വിചാരിച്ചു, ബട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയില്ല. ഡയറക്ടർ പറഞ്ഞു ബട്ട് വോയിസ് ശരണ്റെയാണ് വന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. ഫഹദ് വിളിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോടെ ഇരിക്കട്ടെ. ഫഹദിന് ഒരു ഡബ് അതേപോലെ ശ്യാം സിംഗ് റോയ് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശ്യാം സിംഹ റോയിയുടെ ഡയറക്ടർ പുഷ്പയുടെ ഡയറക്ടറൊക്കെ ആയിട്ട് നല്ല കൂട്ടാണോ? എനിക്ക് അവരെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. ഡബിങ്ങിൽ പോയിട്ട് പിന്നെ എന്തോന്ന് പരിചയപ്പെട്ടത്? ഇവിടെ ചെയ്യുന്നത് മലയാളത്തിന്റെ ആൾക്കാരല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ ഇവിടെ ചെയ്യുന്നത്. അവരിലൂടെ എങ്ങനെയെങ്കിലും അങ്ങനെ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ.